നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സൗമ്യ കൃഷ്ണൻ. സാന്ത്വന ഹോമിയോപ്പത്തിക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആറ്റിങ്ങൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് ഒരുപാട് സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് PCOD. കൗമാരക്കാരൻ തുടങ്ങി തന്നെ ഒരു 45 വയസ്സിനുള്ളിലുള്ള ഏത് പ്രായക്കാർക്കും PCOD കൂടുതലായി കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ആർത്തവത്തിൽ മാത്രമുള്ള പ്രശ്നമായിട്ടാണ് പലപ്പോഴും PCODയെ കരുതുന്നത്. എന്നാൽ ഇത് ആർത്തവം അല്ലെങ്കിൽ നമ്മുടെ അണ്ഡാശയവും മാത്രമല്ല, ശരീരത്തിനെ മുഴുവനായി ബാധിക്കുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും PCODയുടെ ഭാഗമായി കാണാനുണ്ട്. അങ്ങനെയുള്ള PCODനെ നമ്മൾ PCOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നാണ് പറയുന്നത്. പലപ്പോഴും കൺസൾട്ടേഷന് വരുന്ന രോഗികൾ PCODയുടെ സിംറ്റംസ് കണ്ട് അങ്ങോട്ടേക്ക് ചോദിച്ചാൽ, ഇല്ല ഡോക്ടറെ, മെൻസസ് ഒക്കെ റെഗുലർ ആണ്, എല്ലാ മാസവും ആവുന്നുണ്ട് എന്നാണ് പലരും മറുപടി പറയുക. എന്നാൽ എല്ലാ മാസവും പീരീഡ്സ് ആയാൽ കൂടി മറ്റ് പല സിംറ്റംസും PCODയിലേക്ക് വഴിതെളിക്കാറുണ്ട്. അങ്ങനെയുള്ള സിംറ്റംസ് ആണ് പുരുഷ ഹോർമോണിൻ്റെ അതിപ്രസരം കാരണം ഉണ്ടാവുന്ന മുഖക്കുരു, മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ താടി മീശ പോലുള്ള ഭാഗങ്ങളിൽ പുരുഷന്മാർക്ക് സമാനമായിട്ട് രോമവളർച്ച ഉണ്ടാകുക. ഇതൊക്കെ തന്നെ PCODയുടെ ലക്ഷണങ്ങളാണ്. ഇനി ചിലരിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് മെൻസസിൻ്റെ ഏറ്റക്കുറച്ചിൽ. 21 ദിവസം മുതൽ 35 ദിവസം വരെ എപ്പോൾ പീരീഡ്സ് ആയാലും നമുക്കത് നോർമൽ സൈക്കിളായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ ചിലരിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് 21 ദിവസത്തിൽ മുന്നേ മെൻസസ് ആവാൻ ചാൻസ് ഉണ്ട്. മറ്റു ചിലരിൽ 35 ദിവസത്തിന് ശേഷം പീരീഡ്സ് ആവാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ളവരിൽ PCOD ഉണ്ടോ എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി പീരീഡ്സ് ആയാൽ തന്നെ ഒന്നുകിൽ 1-2 ദിവസവും സ്പോട്ടിംഗ് ആയിട്ട് വളരെ കുറച്ച് മാത്രം ബ്ലഡ് പോയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. മറ്റു ചിലരിലാവട്ടെ പീരീഡ്സ് തുടങ്ങിയാൽ നിർത്താതെ ദിവസങ്ങളോളം തന്നെ നീണ്ടു നിൽക്കാനും കാരണമായേക്കാം. ഇതൊക്കെ തന്നെ PCODയുടെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ്, അതായത് പ്രധാന രോഗലക്ഷണങ്ങളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ്റെ കൂടുതൽ PCODയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റു ചിലരിൽ PCOD ചില കോംബോ ഓഫേഴ്സ് ആയിട്ട് കാണാറുണ്ട്. അതായത് ഹൈപ്പോതൈറോയിഡിസം പോലുള്ള അസുഖങ്ങളുള്ളവരിൽ PCOD കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ബോഡി മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. തൈറോയ്ഡ് ഹോർമോൺ കുറവാണ് എങ്കിൽ അവർക്ക് അണ്ഡവിസർജനം അഥവാ ഓവുലേഷൻ നടക്കാതിരിക്കുകയും അതുവഴി PCODയിലേക്ക് നയിക്കാനും കാരണമാകുന്നു. ഇനി മറ്റു ചിലരിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കോംബോ ഓഫർ അല്ലെങ്കിൽ PCOSൻ്റെ തന്നെ ഭാഗമായി കാണുന്ന ഒരു സംഭവമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇങ്ങനെയുള്ളവരിൽ കഴുത്ത്, കക്ഷം അല്ലെങ്കിൽ മടക്കുകളിലൊക്കെ തന്നെ കട്ടിയോട് കൂടിയ കറുപ്പ് നിറങ്ങൾ കാണാറുണ്ട്. ഇതിനെയാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്. ഈ ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങോട്ടേക്ക് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലർ ആണ് എന്ന് പറഞ്ഞിട്ട് പല പേഷ്യൻസും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ കട്ടിയോട് കൂടിയുള്ള കറുപ്പ് നിറം ഉണ്ട് എങ്കിലോ, അല്ല നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഡയബറ്റിസ് ഉണ്ട് എങ്കിലോ ഇത് PCODയിലേക്ക് നയിക്കുന്ന ഒരു സിംറ്റമായിട്ട് അല്ലെങ്കിൽ സൈനായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി മറ്റു ചിലരാവട്ടെ വെയിറ്റ് കൂടി വരിക അല്ലെങ്കിൽ ഒബിസിറ്റി, പൊണ്ണത്തടി കൂടുതലായിട്ട് വരുന്നുണ്ട് എങ്കിൽ അത് PCODയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റം ആണോ എന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ തൈറോയ്ഡ് ഡിസോർഡറുമായിട്ടും കൂട്ടിക്കലർത്താവുന്നതാണ്. പിന്നെ വരുന്ന മറ്റു ചിലരാണ് മുടി കൊഴിച്ചിലുമായിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്ന ചില പേഷ്യൻസ് ആവട്ടെ, അപ്പോഴായിരിക്കും ഇവർക്ക് PCOD ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആൻഡ്രോജൻ്റെ കൂടുതലാണ് ഈ പറയുന്ന മുടി കൊഴിച്ചിലിന് കാരണം. മറ്റ് പ്രധാനപ്പെട്ട ഒരു വിഭാഗക്കാരാണ് വന്ധ്യത അനുഭവിക്കുന്നവർ. കല്യാണത്തിന് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ചിലപ്പോൾ പീരീഡ്സ് റെഗുലർ ആണെന്ന് വെച്ചിട്ട് PCOD റൂൾ ഔട്ട് ചെയ്യാതിരിക്കുകയും എന്നാൽ ബാക്കിയുള്ള ലക്ഷണങ്ങൾ വെച്ച് ചിലപ്പോൾ ഇവർക്ക് PCOD തന്നെ ആവാനും ചാൻസ് ഉണ്ട്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് USG സ്കാൻ വഴി ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും PCOD മോർഫോളജി ഇവരിൽ കണ്ടുവരാറുള്ളത്. അതിനോടൊപ്പം തന്നെ ഇവർക്ക് ബാക്കിയുള്ള ഹോർമോൺസിലും വ്യതിയാനങ്ങൾ കാണാറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ നമ്മുടെ അണ്ഡാശയത്തെയോ ഓവറിയോ മാത്രം ബാധിക്കാതെ ശരീരത്തിന് മുഴുവനായിട്ട് നമ്മുടെ തലമുടി ആയിക്കോട്ടെ, നമ്മുടെ സ്കിൻ, ത്വക്ക് രോഗങ്ങളായിക്കോട്ടെ, അഥവാ നമ്മുടെ പൊണ്ണത്തടി, ഒബിസിറ്റി ആയിക്കോട്ടെ, അതിനോടൊപ്പം തന്നെ ചിലർക്ക് വിഷാദവും ആങ്സൈറ്റി പോലുള്ള സൈക്കോളജിക്കൽ സിംറ്റംസും PCODയുടെ ഭാഗമായിട്ട് കാണാറുണ്ട്. സമയത്ത് ചികിത്സിച്ചില്ല എങ്കിൽ ഇത് കൂടുതലായിട്ട് PCOD ഒബിസിറ്റിയിലേക്കോ വന്ധ്യതയിലേക്കോ ഒക്കെ നയിക്കാനും കാരണമാകുന്നു. ഇനി എങ്ങനെ നമുക്കിതിനെ ചികിത്സിക്കാം എന്നുള്ളത് നോക്കാം. ഹോമിയോപ്പതി വിഭാഗത്തിൽ PCODക്ക് ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ്. ഒരു ജീവിതശൈലി രോഗമെന്ന നിലയിൽ
PCODക്ക് മരുന്നിനോടൊപ്പം തന്നെ ജീവിതശൈലിക്കും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് അവർക്ക് എക്സസൈസ്, ആഴ്ചയിൽ 150 മിനിറ്റിൽ കുറയാതെയുള്ള എക്സസൈസ്, അതായത് ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും എക്സസൈസ്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് രോഗികളോട് പറയാറുണ്ട്. അതിനോടൊപ്പം ഒബിസിറ്റി ഉള്ളവരിൽ, അതായത് അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ കൂടി കൊടുത്ത് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഡയറ്റുകൾ പ്രിഫർ ചെയ്യാനായിട്ടും പറയാറുണ്ട്. ആക്നി അല്ലെങ്കിൽ മുഖക്കുരു എന്നുള്ളത് PCODയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതിനോടൊപ്പം തന്നെ മുടികൊഴിച്ചിലും. ഇവരിലും ഡയറ്റ് ചേഞ്ചസ് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഫലപ്രദമായ നമ്മുടെ ചികിത്സയോടൊപ്പം തന്നെ ഡയറ്റും വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ PCODനെ മാനേജ് ചെയ്യുന്ന രീതികൾ. ഇതിനോടൊപ്പം ചില ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരിൽ സൈക്കോതെറാപ്പിയോ അതല്ല എങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള മൈൻഡ്ഫുൾ ടെക്നിക്സും കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇങ്ങനെയാണ് PCOD മെയിനായിട്ട് നമ്മൾ മാനേജ് ചെയ്യുക. അപ്പോൾ PCOD എന്നുള്ളത് ആർത്തവം തുടങ്ങുന്ന കുട്ടികളിൽ ചിലപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ വ്യതിയാനങ്ങളോടൊപ്പവും അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ വന്ധ്യതയുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരാറ്. അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ളൊരു ചികിത്സ നേടാനായിട്ടും ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ വന്ധ്യതയിലേക്കും മറ്റ് ചില ഹോർമോൺ വ്യതിയാനങ്ങളിലേക്കും, നേരത്തെ പറഞ്ഞ ഒബിസിറ്റിയൊക്കെ PCODയുടെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനായിട്ട് അല്ലെങ്കിൽ ഒരു സീക്വലായിട്ട് കാണാനുണ്ട്. നേരത്തെ പറഞ്ഞ ജീവിതശൈലിയുടെ വ്യതിയാനങ്ങൾ PCOD വരാതിരിക്കാനായിട്ട് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെയൊക്കെ ചെയ്തിട്ടും PCOD വരുന്നുണ്ട് എങ്കിൽ ശരിയായ സമയത്ത് ചികിത്സ എടുക്കാനായിട്ടും ഇതിനെ മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. താങ്ക് യു.